രാഹുൽ ഈശ്വർ, ഇവിടെ ഇന്നിപ്പോൾ ഫെഫ്കയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ അത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ചേംബറിന്റെ ഭാഗത്ത് നിന്ന് സജീവമായിട്ടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതൊക്കെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇന്റേണൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടക്കുമ്പോഴാണ് ഫെഫ്ക ഇടപെട്ട് ഷൈൻ ടോം ചാക്കോയെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്. ഇതാരുടെ എട്ടുകാലി മമ്മൂഞ്ഞ് എന്നൊക്കെയാണ് പ്രയോഗം. ഇതാരുടെ താല്പര്യമാണ്? എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഈ വിഷയം നമ്മുടെ പൊതുമധ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു നടനെ വളരെ പെട്ടെന്ന് നന്നാക്കിയെടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്? സിനിമാ ഇൻഡസ്ട്രിക്ക് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഒരുപാട് നാണക്കേടും മോശവും മാത്രമേ ഉണ്ടാവൂ. നമ്മൾ വെളിയിൽ നിന്ന് നോക്കുന്നവർക്ക് സിനിമാ ഇൻഡസ്ട്രി എന്ന് പറയുന്ന വളരെ ഗ്ലിറ്റ്സും ഗ്ലാമറുള്ള ഇൻഡസ്ട്രിക്ക് ഉള്ളിൽ നടക്കുന്ന ഇത്തരം തർക്കങ്ങളോ പടലപ്പിണക്കങ്ങളോ അതും ഡ്രഗ്സ് ഇഷ്യൂ പോലത്തെ ഒരു കാര്യത്തിൽ പോലും ഒരുമിച്ചൊരു നിലപാടെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ എട്ടുകാലി മമ്മൂഞ്ഞുള്ള പ്രയോഗങ്ങൾ വളരെ വളരെ എന്താ പറയണേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഈ പരസ്പരമുള്ള വടംവലികളുടെ ഭാഗമായിട്ടാണോ, ഈഗോ ബാറ്റിൽസിന്റെ ഭാഗമായിട്ടാണോ എന്ന് അറിയില്ല. രണ്ട് വിഷയങ്ങളാണ് ഞാൻ രണ്ട് മൂന്ന് പ്രതികരണങ്ങൾ എന്നോടനുബന്ധിച്ച് കാണുകയുണ്ടായി. ഇത് സിനിമാക്കാർ ഈ രംഗത്ത് ഒരുമിച്ച് നിന്ന് ഒരു നിലപാടെടുക്കുകയും ആ നിലപാട് വിജയിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ശ്രീ വിനു കിരിയത്ത് ഞാനൊക്കെ കഴിഞ്ഞ ചർച്ചകളിൽ വരുന്നതാണ്. ശ്രീ വിനു കിരിയത്ത് പറഞ്ഞ പോലെ സാധാരണക്കാർ നോക്കുമ്പോൾ അദ്ദേഹം സിനിമാ ഇൻഡസ്ട്രിയുടെ ഉള്ളിലൊരാളാണ്. സിനിമാ ഇൻഡസ്ട്രി മോശമാണെന്നും അതിലൊരു ക്ലീനപ്പ് ഇല്ലെന്നും തുടങ്ങിയ ഫീലിംഗ് ഉണ്ടായിരുന്നു. ന്യൂസ് 18 തന്നെ ചർച്ചയിലാണ്, ആളുടെ പേര് പറയുന്നില്ല, ഒരാളിരുന്ന് ഞങ്ങൾ അതിൽ കാര്യമായിട്ടൊന്നും ഇടപെടില്ല, ഞങ്ങൾ വേണമെങ്കിൽ പോലീസിന് പരാതി ഫോർവേഡ് ചെയ്യും തുടങ്ങി അവിടെയും ഇവിടെയും തൊടാത്ത നിലപാടെടുത്ത് ഞാനും ശ്രീ പണിക്കരും ഒക്കെ ഉണ്ടായിരുന്നു ആ ചർച്ചയിൽ. അപ്പോൾ ഇത് സിനിമാ ഇൻഡസ്ട്രിയെ സമൂഹ മധ്യത്തിൽ തെറ്റായി കാണിക്കാനും സിനിമാ ഇൻഡസ്ട്രി ഇത്തരം കാര്യങ്ങളിൽ സീരിയസ് അല്ല എന്നുള്ളൊരു തോന്നലുണ്ടാക്കാനും ആ പ്രതീതി ഉണ്ടാക്കാനും ആവും. അങ്ങനെയല്ല, ഏത് നിലപാടാണെങ്കിലും ആ നിലപാടെടുക്കുകയും പരസ്പരം ആശയവിനിമയം നടത്തുകയും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതിരിക്കുകയും ആ നിലപാടെടുത്ത് വിജയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മൂവി ഇൻഡസ്ട്രിയാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇനി എന്താണ് ആ റിപ്പോർട്ട് വരിക എന്നറിയില്ല, പോലീസ് ആക്ഷൻ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സമീപനമെടുത്ത് ആ സമീപനം വിജയിപ്പിക്കണമെന്നുള്ളതാണ് വെളിയിൽ നിൽക്കുന്ന ആൾക്കാരെന്ന രീതിയിൽ പൊതുസമൂഹത്തിന് തോന്നുക. അല്ല, അത് പക്ഷേ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമല്ലോ. ഇത്തരം ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ നമ്മുടെ മുന്നിൽ നടി വന്ന് സംസാരിച്ചിരുന്നു. രാഹുൽ ആ സമയത്ത് ലൈനിലുണ്ടായിരുന്നില്ല. അപർണ എന്ന നടി നമ്മുടെ മുമ്പിൽ വന്ന് സംസാരിക്കുകയാണ്. അവർക്കും ഈ പറഞ്ഞ പോലെ വിൻസിക്ക് പറ്റിയതുപോലെ തന്നെ സമാനമായ അനുഭവം അവർ തുറന്നു പറയുകയാണ്. അവർ അവിടെ ഇന്റേണൽ കമ്മിറ്റിക്ക് മുന്നിലൊക്കെ പരാതി കൊടുത്ത ഒരാൾ കൂടിയാണ്. അവരെ വീണ്ടും വിളിപ്പിച്ചു വിൻസിന്റെ വിഷയം വന്നതിന് ശേഷം. അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയത്തെ അതിൻ്റെ ഗൗരവത്തിൽ നമ്മുടെ ഫെഫ്ക പോലെയുള്ള പ്രതീക്ഷയോടെ നമ്മൾ കാണുന്ന ഒരു സംഘടന, ഫെഫ്കയുടെ രൂപീകരണമൊക്കെ നമുക്കറിയാം എന്തിൻ്റെ പേരിലായിരുന്നു എന്നൊക്കെ, അത്തരത്തിലുള്ളൊരു സംഘടനയുടെ പ്രതിനിധികൾ അങ്ങനെ കാണുന്നില്ല. വിളിച്ചു വരുത്തി കോംപ്രമൈസ് ചെയ്ത് വിടുകയാണ്, രണ്ടുപേരെയും കൈകൊടുത്ത് വിടുകയാണ്. ശ്രീ ഷൈൻ ടോം ചാക്കോയെ രക്ഷിക്കാൻ ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. ആ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൽ പോലും ഒരു നൈതികതയും കാര്യങ്ങളും വേണം. ഷൈനിന് വീണ്ടും ഒരു ചാൻസ് കൊടുക്കുകയാണ്. ആദ്യം അത് പറയുകയുണ്ടായി, വീണ്ടും എന്താ പറയുക, സിനിമയിലേക്ക് ഒരു ചാൻസ്, പിന്നീട് പറഞ്ഞു വീണ്ടും ജീവിതത്തിലേക്ക് ഒരു ചാൻസാണ്. ഇതൊന്നും ഇത്തരത്തിലുള്ള തർക്കങ്ങൾ, ഇത്രയും സെൻസിറ്റീവായ വിഷയങ്ങളിൽ പോലും, ഡ്രഗ്സ് അടക്കമുള്ള ക്രിമിനൽ വിഷയങ്ങളിൽ പോലും ഒരു സെയിം സമീപനം എടുക്കാൻ കഴിയുന്നില്ല സീരിയസ് ആണ്. എനിക്ക് തോന്നുന്നു പോലീസ് കേസ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഷൈന് കൂടുതൽ മുറുകയാണ് ഉണ്ടാകുക. ഷൈന് കൂടുതൽ എന്താ പറയണേ, ആ ലോക്ക് മുറുകയാണ് ഉണ്ടാകുക. കുറെ കൂടെ സീരിയസ് ആയ വിഷയങ്ങൾ എടുക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും സജിത് അന്ത്യ ടെലിഫോൺ